الحمدلله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون പരിശുദ്ധ ഖുർആനിൽ അമറൽ ജലീൽ അസ്സ വജൽ മൻ ഖാമ റമളാന ഈമാനൻ ഇഹ്തിസാബൻ വഫല്ല ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി സദഖ റസൂലുള്ളാഹ്. അല്ലാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചതാണ്. റമളാനിലെ ആദ്യത്തെ 10 അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? അള്ളാഹുവേ എന്നോട് കാരുണ്യം കാട്ടണേ, അല്ലാഹ് എന്നോട് കാരുണ്യം കാട്ടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യം ചെയ്യുന്നവർ എൻ്റെ യജമാനനായ റബ്ബാണ്. എൻ്റെ ഉമ്മ എന്നോട് കാരുണ്യം കാട്ടുന്നുണ്ട്, മൃഗങ്ങൾ പക്ഷികളോട് കാരുണ്യം കാട്ടുന്നുണ്ട്. 99 കാരുണ്യങ്ങൾ ആ അള്ളാഹു ലോകത്തിറക്കിയത്. അതിൽ ഒരുപാട് കാരുണ്യം, അതിലേറ്റവും വലിയ കാരുണ്യം റബ്ബ് നമുക്ക് തരുന്ന കാരുണ്യമാണ്. സ്വന്തം മകളിൽ നിന്ന് കിട്ടുന്ന കാരുണ്യത്തെക്കാൾ, സ്വന്തം പിതാവിൽ നിന്ന് കിട്ടുന്ന കാരുണ്യത്തെക്കാൾ, സ്വന്തം സഹപാഠിയിൽ നിന്ന് കിട്ടുന്ന കാരുണ്യത്തെക്കാൾ ഹക്കായ കാരുണ്യം അല്ലാഹുവിൽ നിന്നുള്ളതാണ്. അല്ലാഹു ഒരുപാട് കാരുണ്യം ചെയ്തവനാണ്. കാരുണ്യം ചെയ്യുന്നത് അല്ലാഹുവാണ്. അല്ലാഹു അനുസരിക്കാത്തവരും അനുസരിക്കുന്നവരും ഒക്കെ അല്ലാഹ് കാരുണ്യം ചെയ്യും. അർ-റഹ്മാൻ റഹീം. അല്ലാഹുവിനെ അനുസരിക്കുന്നവർക്ക് ഈ ലോകത്ത് കാരുണ്യം ചെയ്യും, ജീവിക്കുന്നവർക്ക് പരലോകത്തും കാരുണ്യം ചെയ്യും. എന്നാൽ അല്ലാഹുവിനെ അനുസരിക്കാത്തവനും അല്ലാഹ് കാരുണ്യം ചെയ്യുന്നുണ്ട്. അർ-റഹീം അത് അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവർക്കാണെങ്കിൽ അർ-റഹ്മാൻ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കാത്തവർക്കും അല്ലാഹ് കാരുണ്യം ചെയ്യുന്നുണ്ട്. അല്ലാഹുവിനെ നിസ്കരിക്കാത്തവൻ, അല്ലാഹുവിനെ ഭയക്കാത്തവൻ, അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാത്തവൻ, അല്ലാഹുവിനെ കുറിച്ച് ഏതൊരു കാര്യവും ഓർക്കാത്തവൻ, അവനും അല്ലാഹ് കാരുണ്യം ചെയ്യുന്നുണ്ട്. അതാണ് അല്ലാഹു തആല ഒരു മോലാളിക്ക്, ആ മോലാളിക്ക് കാരുണ്യം ചെയ്താലേ ആ മോലാളിൽ നമുക്ക് കൂലി ലഭിക്കുകയുള്ളൂ. ഒരു തൊഴിലാളി കൂലി ലഭിക്കണമെങ്കിൽ ആ മുതലാളിക്ക് മാത്രം പണിയെടുക്കുന്നവനാകണം. മറ്റേ മുതലാളിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവൻ്റെ ആദ്യത്തെ മുതലാളിയുടെ ശമ്പളം കുറഞ്ഞു പോകും. എന്നാൽ അല്ലാഹു അങ്ങനെയല്ല. അല്ലാഹ് എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്നു. അതിൽ മതമുള്ളവരുണ്ട്, അല്ലാഹുവിനെ ചീത്ത വിളിക്കുന്നവരുണ്ട്, അതുപോലെ മുനാഫിക്കുണ്ട്, അതുപോലെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരുണ്ട്, അതുപോലെ യുക്തിവാദിയുണ്ട്, നിരീശ്വരവാദിയുണ്ട്. എല്ലാവർക്കും അല്ലാഹ് കാരുണ്യം ചെയ്യുന്നുണ്ട്. അതാണ് റഹ്മാനായ തമ്പുരാൻ. എന്നാൽ ഈ രണ്ടാമത്തെ 10 നമ്മളോട് കടന്നു വരാൻ പോവുകയാണ് സഹോദരങ്ങളെ. ആ രണ്ടാമത്തെ 10 അല്ലാഹു നമുക്ക് തന്ന ഓഫറാണ്. നമ്മൾ മൊബൈലിൻ്റെ ഓഫർ വരുമ്പോൾ, സ്വർണത്തിൻ്റെ ഓഫർ വരുമ്പോൾ, ലുലുവിൽ ഓഫർ വരുമ്പോഴൊക്കെ ഓടിപ്പോകുന്ന മുഅ്മിനായ വിശ്വസിയായ ഉമ്മാപ്പെങ്ങളെ, സഹോദര, ഒരു കാര്യം, അല്ലാഹു ഈ ലോകത്തെയും ലോകത്തെ സർവ്വവസ്തുക്കളെയും സൃഷ്ടിക്കാൻ കാരണക്കാരനായ യജമാനൻ പറയുന്നു, നിങ്ങൾക്ക് ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ 10. നിങ്ങൾക്ക് കിട്ടാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് ഇബാദത്ത് ചെയ്തിട്ട് സമ്മാനമായി നൽകിയിട്ട് ചോദിച്ചാൽ കാരുണ്യം കിട്ടുമെന്ന് അല്ലാഹ് പറയുന്നു. അല്ലാഹു ഇതൊരു കാരണമാക്കട്ടെ, ഈ പറയുന്നത് അതൊരു കാരണമാക്കട്ടെ. രണ്ടാമത്തെ 10 അല്ലാഹ് പറയുന്നു, നിങ്ങൾക്ക് ഓഫർ ഞാൻ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് തെറ്റുകളുടെ കുമ്പാരം ചെയ്തവരാ, മനസ്സാ വാചാ കർമ്മണ എല്ലാ നിലയിലും തെറ്റുകൾ വന്നു പോയവരാ. അല്ലാഹ് പറയുന്നു, നിങ്ങൾ 11 മാസം ചെയ്ത അപരാധങ്ങൾ നിങ്ങൾക്ക് ആ 11 മാസത്തിൽ 1 മാസം മുമ്പ് അത് രണ്ടാമത്തെ 10 നിങ്ങൾക്ക് ഞാൻ പൊറുക്കുകരാ. നിങ്ങൾ എന്നോട് വിളിച്ചൊന്ന് കേതൊന്ന് അപേക്ഷിക്കൂ.
അതേ എന്നോട് പൊറുക്കലിനെ തേടൂ, ഞാൻ പൊറുക്കുന്നവനാണ്. എന്നോട് നിങ്ങൾ അല്ലാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടൂ. നിന്റെ സഹോദരൻ നിനക്ക് പുറത്തു നിന്നില്ലെന്ന് വരാം, നിന്റെ സഹോദരി നിനക്ക് പുറത്തു നിന്നില്ലെന്ന് വരാം, നിന്റെ കൂട്ടുകാരൻ നിനക്ക് പുറത്തു നിന്നില്ലെന്ന് വരാം, നിന്റെ കൂട്ടുകാരി നിനക്ക് പുറത്തു നിന്നില്ലെന്ന് വരാം, കൂട്ടുകാരിക്ക്. അങ്ങനെയുള്ള അല്ലാഹു എന്നാൽ അല്ലാഹ് എല്ലാവർക്കും പുറത്തു തരും കേട്ടോ. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അല്ലാഹ് പറയുകയാണ്, ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, തീർച്ചയായും ഞാൻ കൂടുതൽ പൊറുക്കുന്നവനാ, എന്നോട് പശ്ചാത്തപിക്കുന്നവനെ ഞാൻ വല്ലാതെ ഇഷ്ടം കൊള്ളുന്നവനാ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം വഅതൂബു ഇലൈക്, എന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവനെ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള പ്രഖ്യാപനം നടത്തുകയാണ്. അല്ലാഹ് തന്നെ പറഞ്ഞതാണ്, നീ എന്ത് തെറ്റ് ചെയ്തോ, കണ്ണുകൊണ്ട് കണ്ട നോട്ടത്തെ നീ കണ്ടോ, ചെവി കൊണ്ട് കേൾക്കാൻ പറ്റാതെ കേട്ടോ, നാവ് കൊണ്ട് പറയാൻ പറ്റാതൊക്കെ പറഞ്ഞു പോയോ, എന്നാൽ നീ എന്നോട് തേട്, നീ എന്നോട് തേട്, ഞാൻ പൊരുത്തപ്പെട്ട് തരാം. അല്ലാഹുമ്മ ഗഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ ഗഫിർ ലീ, എനിക്ക് പുറത്തു തരണേ, ദുനൂബി, എൻ്റെ പാപങ്ങൾ, എൻ്റെ ലോകത്തിൻ്റെ രക്ഷിതാവായ റഹ്മാനായ റഹീമായ അല്ലാഹ്, നിനക്ക് അല്ലാഹു പറയുന്നു ഞാൻ പുറത്തു തരാം. എന്നോട് പശ്ചാത്താപിക്കീൻ, എന്നോട് ഖേദിക്കീൻ. അതേ അല്ലാഹുമ്മ ജഅൽനാ മിനത് തവ്വാബീൻ. അല്ലാഹ് നിന്നോട് ഞാൻ പശ്ചാത്താപിക്കുന്നു റബ്ബേ. അല്ലാഹുമ്മ ജഅൽനാ മിനത് തവ്വാബീന വജഅൽനാ മിനൽ മുതതഹിരീൻ. എന്നെ നല്ല അകവും പുറവും ശുദ്ധിയുള്ളവനാക്കണേ. മഹാനായ റസൂലുള്ളാഹി പറഞ്ഞതുപോലെ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളുടെ കൽബകം ഞാൻ കാണുമെന്ന് മഹാനായ റസൂലുള്ളാഹി പറഞ്ഞു. കുപ്പിക്കകത്തൊരു വസ്തു എപ്രകാരമാകുന്നത് പോലെ അവനിൽ വന്നുകൂടുന്ന ആരുമായി വന്നുകൂടുന്ന മാലിന്യങ്ങളെ മഹാനായ മൊയ്‌ദീൻ ശൈഖ് അവിടുത്തെ കറാമത്ത് കൊണ്ട് തിരിച്ചറിയുമെന്ന് പറയുമ്പോൾ, അതിനേക്കാൾ അല്ലാഹു നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ പുറത്തു തരും. ഇങ്ങനെ ഒരു ഉമ്മ പ്രസവിച്ച് വീഴുന്ന മകനെ പോലെ റമളാൻ കഴിയുമ്പോൾ തീരാ കഴിയുമെന്ന് അതാ മഹാന്മാർ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അല്ലാഹുവിനോട് പശ്ചാത്താപിക്കണം റബ്ബേ. ഒരുപാട് അപരാധങ്ങൾ ചെയ്തു പോയി റബ്ബേ. എന്നോട് 11 മാസം ചെയ്ത ഞാൻ അപരാധങ്ങൾക്ക് മണൽ കുമ്പാരം സമമുണ്ട് റബ്ബേ. എന്നോടൊന്ന് പൊറുക്കുമോ അല്ലാഹ്, എന്നോടൊന്ന് കാരുണ്യം കാട്ടി എന്നോടൊന്ന് പൊറുക്കുമോ അല്ലാഹ്. അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുക്കൽ വരുമ്പോൾ ഏറ്റവും മോശക്കാരനായ ഒരു പാപിയായി തീരും. അതുകൊണ്ട് എന്നോട് പൊറുക്കണേ. അല്ലാഹുമ്മ ഗഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് അല്ലാഹുവിനോട് പൊറുക്കാൻ ചോദിക്കണം. വജഅൽനീ മിനൽ മുതതഹിരീന വജഅൽനീ മിൻ ഇബാദിക സ്വാലിഹീൻ. എന്ന ശുദ്ധിയുള്ള കൂട്ടത്തിലും അത്തൊഹൂർ ശത്രുൽ ഈമാൻ എന്നല്ലേ റസൂലുള്ളാഹി പറഞ്ഞത്. വൃത്തി ഈമാന്റെ ഭാഗമാണ്, ശുദ്ധി ഈമാന്റെ ഭാഗമാണെന്നാണ്. അതിൽപ്പെടുത്തുകയും എന്നെ സ്വാലിഹീങ്ങൾ പെടുത്തുകയും ചെയ്യണേ അല്ലാഹ്. സ്വാലിഹീങ്ങളിലേക്കൊന്ന് ചേർക്കണേ അല്ലാഹ്. ഒന്ന് ഇലാബത്ത് ചെയ്യണേ അല്ലാഹ്. റബ്ബിനോട് പറയേണ്ട 10 രാത്രങ്ങളാണ്.